പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അറിയാം യേശുപ്പച്ചി രണ്ട് വരവുണ്ടെന്ന്. ഒന്ന് രഹസ്യവരവും ഇന്നൊന്ന് പരസ്യവരവും. ഈ രഹസ്യവരവിൽ യേശുപ്പച്ചൻ ആരും അറിയാതെ കള്ളന്മാരെ പോലെ വന്ന് നെയ്മക്കളെ എടുത്തുണ്ടെങ്കിൽ പോവും. രണ്ടുപേർ വയലിൽ ഇരിക്കും. ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊരു ഉപേക്ഷിക്കും. രണ്ടുപേർ ചിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊന്ന് ഉപേക്ഷിക്കും. കുറേ ആൾക്കാർ ഇങ്ങനെ ചുറ്റി പറ്റി കളിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിനെ കൈക്കൊള്ളും, കുറച്ച് ഉപേക്ഷിക്കും. അങ്ങനെ ഇപ്പം എല്ലാം മിസ്സിങ് അല്ലേ. പിന്നെയാണെങ്കിൽ ഫാമിലീസ് ഒക്കെ ഉണ്ടല്ലോ, അവർ ടൂറിനൊക്കെ പോവല്ലേ. അങ്ങനെ കാരണത്തിൽ ഇങ്ങനെ ടൂർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ ഡ്രൈവർ അങ്ങ് എടുക്കപ്പെടും. അപ്പോൾ അവരൊക്കെ നോക്കും, ഡ്രൈവർ എവിടെയെന്ന്. ഡ്രൈവറിനെ കാണാക്കത്തില്ലല്ലോ, ഡ്രൈവർ എടുക്കപ്പെട്ടില്ലേ. അങ്ങനെ അപ്പം വണ്ടി എവിടെ ചെന്നെങ്കിൽ ഇടിക്കും. പിന്നെ ഹോസ്പിറ്റലിലെ കുഞ്ഞുങ്ങളും പേഷ്യൻസും കുറേ പേരുണ്ടല്ലോ. കുഞ്ഞുങ്ങളുടെ വാർഡ് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ കുറേ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ യേശുപ്പച്ചൻ അങ്ങ് കൊണ്ടങ്ങ് പോവും. അപ്പോൾ അവരുടെ പേരൻസ് എന്നിട്ട് നോക്കും, അയ്യോ എൻ്റെ കുഞ്ഞിനെ എവിടെ കിടത്തിയിരുന്നതാണല്ലോ, എവിടെ പോയി ഡോക്ടറുടെ നേഴ്സിനോടൊക്കെ ചോദിക്കും. അറിയത്തില്ലെന്ന് പറയുമ്പോൾ അവരുടെ അമ്മ ഇടുന്നങ്ങ് കരയും. പിന്നെ മൊത്തം കരച്ചിലും നിലവിളിയും മൊത്തം. പിന്നെ വാർത്തയ്ക്കകത്ത്, TV, ന്യൂസ്, പത്രത്തിനകത്ത് എല്ലാത്തിനകത്തും വരും. ഫേസ്ബുക്കിനകത്ത്, വാട്സപ്പിനകത്തൊക്കെ അയക്കും, ഇന്ന ആൾ മിസ്സിങ്, ഈ ആൾ മിസ്സിങ് ആണ്, ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ആർക്കും അറിയത്തില്ലല്ലോ യേശുപ്പച്ചനെ വന്ന് കൊണ്ടുപോകുന്നതെന്ന്. അത് രഹസ്യവരവ്. പരസ്യവരവെന്ന് വെച്ചാൽ ആകാശത്തിലും മേഘങ്ങളിലും മേൽ യേശുപ്പച്ചനും കോടാനുകോടി ദൂതന്മാരും കാഹളം ഉദിക്കൊണ്ട് ആ അരുതി മുതൽ ആ അരുതി വരെ വന്നുകൊണ്ടിരിക്കും ഭൂമിയിലേക്ക്. അങ്ങനെ എല്ലാ ആൾക്കാരും കാണും യേശുപ്പച്ചൻ വരുന്നത്. കിടക്കുന്ന ആൾക്കാർ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എണിച്ച് ആരാ ഒതുങ്ങി തുറന്നു നോക്കുമ്പോൾ കാണാം യേശുപ്പച്ചന് ദൂതന്മാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അറിയാത്ത ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കും. ദൈവമക്കൾക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ നമ്മളെ കൊണ്ടാകുന്ന യേശുപ്പച്ചൻ വരുന്നെന്ന് പറഞ്ഞാൽ അവർ നല്ല സന്തോഷത്തോടെ ഇരിക്കും. അങ്ങനെ ഈ പ്രാർത്ഥിക്കാത്തേക്ക് ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ അന്ന് അവർ ഓർത്ത് വെക്കും, അയ്യോ യേശുപ്പച്ചൻ ശരിക്കും ഉണ്ടായിരുന്നോ ആളുകൾ ചോദിക്കും. എന്നിട്ട് പാസ്റ്റർമാരെ ഇട്ട് അടിക്കുകയും വിശ്വാസികളെ ഇട്ട് അടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ ആണെങ്കിൽ ജയിലിൽ കൊണ്ടിടുകയും കാര്യത്തിലും അവരൊക്കെ അന്ന് യേശുപ്പച്ചനെ എല്ലാവരും കാണും, സകല ആൾക്കാരും കാണാൻ ലോകത്തിലെ. അതപ്പോൾ എല്ലാവരുടെ മുട്ടും മടങ്ങിപ്പോവും. കർത്താവേ ഞാൻ മാനസാന്തരപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അവർക്കിടന്ന് എത്ര കാര്യമായിട്ട് നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. യേശുപ്പച്ചൻ വരുമ്പോൾ എല്ലാവരുടെ മുട്ടും മടങ്ങും. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ആമേൻ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകുന്നു. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകം കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹം കൊടുത്തും ജലപ്രളയം വന്ന് എല്ലാവരും നീക്കിക്കളയോളം അവരറിഞ്ഞതുമില്ല. എന്നാൽ രണ്ടുപേർ വയലിരിക്കും, ഒരുത്തിനെ കൈകൊള്ളും, മറ്റൊരു ഉപേക്ഷിക്കും. രണ്ടുപേർ തിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിനെ കൈകൊള്ളും, മറ്റൊരു ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏദേശത്തിൽ വരുന്നെന്ന് അറിയാതെ വണ്ണം ഉണർന്നിരിപ്പിൻ. കള്ളം വരുന്നയാവുന്ന വീട്ടോട് അറിയുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കാൻ തന്നെ വീട് തീർക്കാനിക്ക് സമയം ചെയ്യുന്ന ദാസൻ ആർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത കാണുന്ന ദാസൻ ഭാഗ്യവാൻ. ആമേൻ. എൻ്റെ യേശു വരാറായി, വനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വനമേഘങ്ങളിൽ വരാറായി. ആമേൻ. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.